ഇത്രയും നാളും ആരോടും പറയാത്ത ആ രഹസ്യം അമ്മായിച്ചൻ കല്യാണം കഴിഞ്ഞ് ഏകദേശം 7 മാസമായപ്പോഴേക്കും അവളോട് പറഞ്ഞു. എന്നിട്ട് മോളെ ഇത് ശരിയാക്കിയെടുക്കാൻ നീ എൻ്റെ കൂടെ നിൽക്കണം എന്നും പറഞ്ഞു. ചെയ്യാമച്ചാ എന്ന് മരുമകൾ വാഗ്ദാനം കൊടുത്തു. പക്ഷേ അതിപ്പോൾ ഇങ്ങനെയാകുമെന്ന് ആരറിഞ്ഞല്ലേ. എന്തായാലും നമുക്ക് നീരജയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് നീരജ, യഥാർത്ഥ പേരല്ല. എനിക്ക് 26 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമായി. എൻ്റെ ഹസ്ബൻഡിന് ജോലി കർണാടകയിലാണ്. ഞങ്ങൾ ആദ്യ 3 മാസം അവിടെയായിരുന്നു. പക്ഷേ എന്തോ എനിക്കവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല. കാര്യം എൻ്റെ വീട് എൻ്റെ ഹസ്ബൻഡ് വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ അകലെ, അത്ര മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ അമ്മയുടെയും ചെല്ലക്കുട്ടിയാണ് ഞാൻ. എനിക്ക് അവരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അതുകൊണ്ടാണ് അടുത്തുള്ള വിവാഹാലോചന നോക്കിയതും അപ്പോഴാണ് കർണാടകയിലൊക്കെ പോയി ജീവിക്കേണ്ടി വന്നതും. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻ്റെ മാതാപിതാക്കളെ കാണണം. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നീ വീട്ടിലങ്ങ് പോയിക്കോ, പ്രശ്നമില്ല, അമ്മയ്ക്കൊരു കൂട്ടാകുമല്ലോ. അച്ഛൻ എന്തായാലും കോൺട്രാക്റ്റ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ എന്തായാലും ആഴ്ചയിൽ 2-3 ദിവസം വീട്ടിൽ വരില്ല. അമ്മ തനിയല്ലേ ഉള്ളൂ. അപ്പോൾ നീ പോയി നിന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു ഉപകാരം എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു അങ്ങനെ മതിയെന്ന്. ഹസ്ബൻഡിന് ഇഷ്ടമാണ്, മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം വരും, എന്നാലും നാട്ടിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ മധുവത് കാലഘട്ടത്തിലെ ഞാൻ നാട്ടിലേക്ക് വന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇരിക്കപ്പുറത്ത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും 2-3 ദിവസം ഇവിടെ വരും. അത് എനിക്കൊരു ആശ്വാസം. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അധികം തല്ല വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കും. അന്നത്തെ ദിവസം നല്ല ഇൻറ്റൻസിറ്റി ആയിരിക്കും. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഡെയിലി ആയി കഴിയുമ്പോഴേക്കും പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് മാത്രം കാണുന്നതാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ മതി, ഞാൻ സെറ്റിൽഡായി. ഇവിടെ അമ്മായിമ്മ എന്നോട് അധികമായ താല്പര്യമൊന്നും പ്രകടിപ്പിക്കാറില്ല. അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കും. എന്നാൽ എന്നോട് ദേഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ അടുപ്പത്തിനൊന്നും വരാറുമില്ല. പിന്നെ അമ്മായിമ്മയ്ക്ക് വേറൊരു മോളോടുണ്ട്. അവർ അന്യമതത്തിൽപ്പെട്ട ഒരാളാണ് കല്യാണം കഴിച്ചത്. അമ്മായിമ്മയ്ക്ക് എന്തോ ആ മരുമകനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് പോവുകയും സഹകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ വീട്ടിലേക്ക് എൻ്റെ നാത്തൂൻ വരാറില്ല. ഹസ്ബൻഡോ അമ്മായിച്ചനോ അവരുടെ അടുത്ത് പോവുകയോ അവരെ വിളിക്കുകയൊന്നും ചെയ്യാറില്ല. അതൊക്കെ ഒരു കാര്യമാണോ? ഇപ്പോഴത്തെ കാലത്ത് മതം മാറി കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കാര്യമാണോ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ, എന്തിനാണ് നിങ്ങൾക്ക് പാക എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, എൻ്റെ അച്ഛന് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല, അച്ഛൻ ചെയ്യാത്തതൊന്നും ഞാനും ചെയ്യില്ല എന്ന് പറയും. പിന്നെ ഞാനും കൂടുതൽ ചോദിക്കാൻ പോയില്ല. അമ്മായിച്ചൻ എന്നോട് വളരെ സ്നേഹമായിട്ടാണ് സംസാരിക്കുന്നത്. വരുമ്പോൾ എനിക്ക് മധുര പലഹാരങ്ങൾ കൊണ്ടുവരും. കാര്യം തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി എനിക്ക് തോന്നുന്നു ഒരു 12 മണിയായി കാണും. കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടു. അച്ഛൻ വന്നതാണ്. അമ്മ പോയി തുറന്നു കൊടുക്കും. അന്നാണെങ്കിൽ എനിക്ക് ഉറക്കം വന്നില്ല. അരമണിക്കൂർ മുമ്പ് വരെ ഞാൻ ഹസ്ബൻഡും കൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ കിടന്നിട്ട് എനിക്ക് ഒട്ടും ഉറക്കം വരുന്നതുമില്ല. അപ്പോഴാണ് കോളിംഗ് ബെല്ല് കേട്ടതും. 2 ബെല്ലടിക്കുമ്പോഴേ അമ്മ തുറന്നു കൊടുക്കുന്നതാണ്. പക്ഷേ ഈ വട്ടം 10 ബെല്ലടിച്ചിട്ടും തുറന്നു കൊടുത്തില്ല. അയ്യോ, അമ്മ ഇനി ഉറങ്ങിപ്പോയോ? എന്തായാലും ഞാൻ പോയി തുറന്നു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി തുറന്നു കഴിഞ്ഞപ്പോഴുണ്ട് അച്ഛനകത്തേക്ക് കയറി. എന്നെ കണ്ടിട്ട് അച്ഛന് ഒരു മൈൻഡുമില്ല. സാധാരണ എന്നോട് നല്ല സ്നേഹവും ചിരിയൊക്കെയാണ്. കയ്യിൽ എന്തൊക്കെയോ പൊതുകളുണ്ട്. അത് കൊണ്ടുവന്ന് പെട്ടെന്ന് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് ഇട്ടു. അപ്പോഴുണ്ട് അമ്മ ഉറക്കച്ചടവിൽ എഴുന്നേറ്റ് വരുന്നു. അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അമ്മേ വളരെ നല്ലൊരു പേര് വിളിച്ചു, എടിയ അമരാവതി എന്ന്. അമ്മ അച്ഛനെ തുറച്ചു നോക്കി. പിന്നീട് അവിടെ നടന്നത് 2ാം ലോക മഹായുദ്ധമാണോ 3ാം ലോക മഹായുദ്ധമാണോ എന്ന് എനിക്കറിയില്ല. തെറി അഭിഷേകം, തെറിപ്പൂരം അവിടെ നടന്നു. ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദങ്ങളാണ് അച്ഛൻ വിളിക്കുന്നത്. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അമ്മയാണെങ്കിൽ അതിനേക്കാൾ വലിയ പദങ്ങൾ കണ്ടുപിടിച്ച് മത്സരിച്ച് വിളിക്കുന്നു. ഇതിനിടയ്ക്ക് അച്ഛൻ അങ്ങോട്ട് ചാടിച്ചെന്നു. അമ്മ എപ്പോൾ ഡിഫെൻസ് ചെയ്യുന്നു. എന്തോ ഒരു സാധനമെടുത്ത് അച്ഛൻ നേരെ എറിയാൻ തുടങ്ങി. അച്ഛൻ ഒഴിഞ്ഞു മാറി. അപ്പോഴേക്കും അമ്മ പെട്ടെന്ന് ബെഡ്റൂമിൽ കയറി കഥ കടച്ചു. അച്ഛൻ പോയി മുട്ടി. അമ്മ വാതിൽ തുറന്നില്ല. എൻ്റെ വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് ഇത്രയും തെറി ഞാൻ ഒന്നിച്ച് കേട്ടിട്ടില്ല.
തെരുവിലൊക്കെ കിടന്ന ആൾക്കാർ തെറി വിളിക്കുന്ന കണ്ടിട്ടുണ്ട്, എന്നാലും അടുത്ത ബന്ധുക്കളൊന്നും ഇങ്ങനെ ചൂടാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവസാനം അച്ഛനൊന്ന് തണുത്തു. ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ അച്ഛ പ്രശ്നം? അമ്മ എന്ത് തെറ്റ് ചെയ്തു? എന്തിനാണ് നിങ്ങൾ തമ്മിൽ ഇത്രയും വഴക്കുണ്ടാക്കിയത്? ഈ വഴക്ക് കേട്ട് നാട്ടുകാർ എഴുന്നേറ്റ് കാണുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല മോളെ, നിന്നോട് പറയാവുന്ന കാര്യമൊന്നുമല്ല, ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ പ്രശ്നങ്ങളാണ്, അവൾക്ക് അത് കേൾക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. എന്നാലും അച്ഛ എന്താണിത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, അത് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല. എന്നാലും അച്ഛൻ എന്നോട് പറ മോളെ, അത് അച്ഛനും മകളും തമ്മിൽ സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്തായാലും ഇങ്ങനെ വഴക്ക് തുടരുകയാണെങ്കിൽ ഈ കാര്യം ഞാനും അറിയില്ലേ. അപ്പോൾ അച്ഛൻ പറയുന്നത് നല്ലെന്ന് പറഞ്ഞു. ഞാൻ തുറന്നു പറയും, അപ്പം അത് കേട്ടിട്ട് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞു, ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കാന്? അല്ല, ഇതത്ര നല്ല കഥയൊന്നുമല്ല. അത് സാരമില്ല, അച്ഛന് എന്നെ ഒരു സുഹൃത്തിനെ പോലെ കണ്ടു പറയാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ കഥക തുറന്നു. നാണമില്ലേ കളവ, നിങ്ങൾക്ക് മരുമകളോട് ഇതൊക്കെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവൊന്നും വഴക്കുണ്ടാക്കിയപ്പോഴേക്കും നീ എന്തിനാടി ആ കഥകളൊക്കെ കേൾക്കാൻ വേണ്ടി കുത്തിയിരിക്കുന്നത്? അമ്മായച്ചനെ നുള്ളിയും തഴുകിയും നിനക്ക് ഉടനെ തന്നെ കഥ അറിയണോടി. നിനക്ക് പോയി കിടന്ന് ഉറങ്ങിയാൽ പോരെ? നിന്റെ ഭർത്താവിൻ്റെ കഥ നിനക്ക് അറിഞ്ഞാൽ പോരെ? അമ്മായച്ചൻ്റെ കഥ നിനക്ക് അറിയണോ എന്ന് ചോദിച്ചു. ആദ്യമായിട്ടാണ് അവർ എന്നോട് ഇത്രയും ദേഷ്യപ്പെടുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ എഴുന്നേറ്റ് എൻ്റെ മുറിയിൽ പോകാൻ തുടങ്ങി. അപ്പോൾ അമ്മായച്ചൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഇതിൻ്റെ മറുപടി നിനക്ക് തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അമ്മായിമ്മ വാതിൽ വലിച്ചടച്ചു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മായച്ചൻ പറഞ്ഞു, നീ പോകണ്ട മോളെ, ഇങ്ങി വാ, നിന്നോടൊന്നും പറയണ്ടെന്നാണ് വിചാരിച്ചത്. പറയാൻ തുടങ്ങി. അപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾ നീ അറിഞ്ഞേ പറ്റൂ. കാര്യം നീ ഇവിടെയല്ലേ ജീവിക്കുന്നത്. അഗ്നിപർവ്വതം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായി പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പം എന്തായാലും പൊട്ടി, ഇനിയിപ്പം നീ അറിയും. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ വാ, ഞാനിത് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മായിയുടെ മുറയോടെ നിന്നിട്ട് പറഞ്ഞു, ഇനി നീ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്നത് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അകത്ത് കിടന്ന അമ്മ ഊവേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വാതിൽ തുറന്നില്ല. അതുകൊണ്ട് അമ്മായിച്ചോട് പറഞ്ഞു, നമുക്ക് സിറ്റൗട്ടിൽ പോയിരിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ രാത്രി സിറ്റൗട്ടിൽ പോയിരുന്നു. മോളെ, ഞാനും നിൻ്റെ അമ്മായിമ്മയും പണ്ട് പ്രേമിച്ചവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബന്ധുക്കളുമായിരുന്നു. അടുത്തടുത്താണ് വീടുകൾ. ചെറുപ്പം മുതലേ കണ്ട് പരിചയമുണ്ട്. ഇവൾ എൻ്റെ പുറകെ നടക്കുകയായിരുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള എല്ലാ അടുപ്പങ്ങളും ഉണ്ടായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ പോലെയായിരുന്നു. അത് ശരിക്കും എൻ്റെ ഒരു അമ്മാവൻ കണ്ടുപിടിച്ചു. അപ്പോഴാണ് പ്രശ്നമായത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാവരും വഴക്ക് പറഞ്ഞെങ്കിലും എന്തായാലും ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് തീരെ ചെറുപ്പത്തിലെ ഞങ്ങളെ കല്യാണം കഴിപ്പിച്ചത്. ആ സമയത്ത് എനിക്ക് നല്ലൊരു ജോലി പോലുമില്ല. പക്ഷേ എൻ്റെ അച്ഛൻ അന്ന് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാതെ ജീവിച്ചു പോന്നു. ഞാൻ സ്ഥിരം ജോലിക്ക് ശ്രമിച്ചില്ല. എനിക്കിങ്ങനെ കുറച്ച് ബിസിനസ്സും കോൺട്രാക്റ്റും ഒക്കെയാണ് ഇഷ്ടം. അതിൽ എനിക്ക് നല്ല വരുമാനമുണ്ടായിരുന്നു. അങ്ങനെ സാമ്പത്തിക നില മെച്ചപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ഇവിടേക്ക് താമസം മാറിയത്. നല്ല സ്നേഹത്തിൽ കാര്യങ്ങൾ പോയി. ഞങ്ങൾക്ക് 2 കുട്ടികളും ഉണ്ടായി. പിന്നെ ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് സ്ത്രീകളെ പോലെയല്ല നിൻ്റെ അമ്മായിമ്മ. എന്നോട് ഭയങ്കര പോസസീവ്നെസ്സും സ്നേഹവുമാണ്. അതുമാത്രമല്ല, സാധാരണ ആണുങ്ങൾക്കാണല്ലോ എന്ന് വിളക്കും. പക്ഷേ നിൻ്റെ അമ്മായിമ്മയ്ക്ക് അങ്ങനെയല്ല. എല്ലാ ദിവസവും ഇളക്കങ്ങളാണ്. ഒരു ദിവസം പോലും വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. സാധാരണ സ്ത്രീകൾ 3-4 ദിവസമൊക്കെ അടങ്ങിയിരിക്കും. ഇവൾ അങ്ങനെയല്ല. എല്ലാ മാസവും 3, 4, 5 ദിവസങ്ങളിൽ സ്ത്രീകൾ ഒന്നിനും മുതിരാതെ എവിടെയെങ്കിലും വിശ്രമ ജീവിതം ഇരിക്കില്ലേ? ഇവൾക്ക് പക്ഷേ അങ്ങനെയില്ല. ആ ദിവസങ്ങളിലും പ്രശ്നങ്ങളാണ്. കാര്യം, ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. മറ്റ് പല കാര്യങ്ങൾക്കും എന്നെ നിർബന്ധിക്കും. അത്തരം ഒരാളാണ്. ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു അവസരത്തിൽ പോലും ഇനിയിപ്പോൾ പനിയായിട്ട് കിടന്നെന്ന് പറഞ്ഞാലും അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും താല്പര്യക്കുറവേയില്ല. ഒരു പ്രത്യേകതര സ്ത്രീയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ആദ്യകാലങ്ങളിൽ ഞാൻ വിചാരിച്ചെന്താണെന്നറിയാമോ? എന്നോടുള്ള പൊസസീവ്നെസ്സും സ്നേഹവും കൊണ്ടാണ്. എല്ലാ ദിവസവും ഹസ്ബൻഡിനെ കാണണം, ഹസ്ബൻഡ് സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബോറാണെങ്കിൽ കൂടി സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അല്ലറ ചില്ലറ വഴക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നന്നായി പോന്നു. പിന്നെ അമിതാവേശം എപ്പോഴും പാടില്ല എന്ന് ഞാൻ പറയും. പക്ഷേ ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കുറവായിരിക്കുന്നു. എവിടെ ഒരു കുറവുമില്ലായിരുന്നു. രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി കുറവെന്ന്. പക്ഷേ ഒന്നുമില്ല. തീവ്രത കുറയുക എന്നുള്ളത് അവളുടെ ജീവിതത്തിലേ ഇല്ല. ഞാനിപ്പോൾ
ചോദിക്കും. അപ്പോഴെല്ലാം അവൾ പറയും, എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്, നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കും ഉത്തരമില്ല. ഞാൻ ഒരു ഭാഗ്യവാനാണ്, പക്ഷേ ഇടയ്ക്കിത്തിരി പ്രശ്നമാണ്, ശല്യമാണ് ചില സമയത്ത് എന്നും തോന്നും. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ദാമ്പത്യം നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എൻ്റെ മകൾ ഒരു ചെക്കനുമായിട്ട് പ്രേമത്തിലാകുന്നത്. അത് അന്യമതസ്ഥനാണ്. പക്ഷേ ആ ചെക്കൻ ഇവിടെ വീട്ടിൽ വരുമായിരുന്നു, അവിടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ്. മറ്റ് മെയിൽ ഫീമെയിൽ ഫ്രണ്ട്സൊക്കെ കൂടി ഇവിടെ വരും. അപ്പോൾ അതിൽ ഈ പയ്യനെ കാണാൻ മാത്രം വ്യത്യസ്തമാണ്. സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ളൊരു പയ്യൻ. കണ്ടാൽ സിനിമയിലൊക്കെ അഭിനയിക്ക് നാളെ പോലെ ഉണ്ട്. അവനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ല. കാര്യം ഇവിടുത്തെ പോലെ സമ്പത്തോ അങ്ങനെയൊന്നുമില്ല. അച്ഛനൊന്നും ഇല്ലാത്ത ഒരാളാണ്, അമ്മ മാത്രമാണ് വളർത്തുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അവന് മോഡലിംഗ് ഒക്കെ ചെയ്യണമെന്നോ ആക്ട് ചെയ്യണമെന്നോ ഒക്കെ ആഗ്രഹമുള്ള ആളാണ്. ഇടയ്ക്ക് മകളുടെയും അവൻ്റെയും ഒക്കെ ഒരു രീതി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചാണ്, ഇവർ തമ്മിൽ പ്രേമമല്ലേന്ന്. എൻ്റെ മോനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അടുപ്പമാണ്, പക്ഷെ പ്രേമമാണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ മകൾ ഭാര്യയോട് പറഞ്ഞു, അമ്മ എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞത്, എടി നീ ഇപ്പോൾ ഒന്നും ഇത് പുറത്ത് പറയണ്ട, പിന്നെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഭാര്യ വേറെ രീതിയിലാണ് എന്നോടത് അവതരിപ്പിച്ചത്. അല്ല, ഇവർ പ്രേമിക്കുകയോ കല്യാണമൊക്കെ കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യിച്ചേട്ടാന്ന്. ഞാൻ പറഞ്ഞു, അത് ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ഇഷ്ടമില്ലാതായിരിക്കും ഈ കല്യാണം നടത്തുക. ജാതി മതമൊന്നുമല്ല എനിക്ക് പ്രശ്നം, ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു രീതിയിലും എനിക്ക് തോന്നുന്നില്ല അവൻ നല്ലവനാണ്, ഞാൻ അവനെ കുറിച്ചിട്ട് അന്വേഷിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവൾ പറഞ്ഞു, ഓ കുഴപ്പമില്ല, നല്ലൊരു പയ്യൻ, സൗന്ദര്യമുള്ളൊരു പയ്യനല്ലേ, ഇത്രയും സൗന്ദര്യമുള്ള പയ്യൻ ഈ അടുത്തെങ്ങാനും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സൗന്ദര്യം നമുക്ക് പുഴുങ്ങി തിന്നാൻ പറ്റുമോ? നിങ്ങൾക്കറിയില്ല, ഏതൊരു സ്ത്രീയും സൗന്ദര്യമുള്ളൊരു ആണിനെയാണ് മോഹിക്കുന്നത്. അവക്കെന്താ അവനോട് ഇഷ്ടം തോന്നിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തായാലും ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല, നീ എന്തായാലും അവളെ ഉപദേശിക്കണം, പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറഞ്ഞു. ആണുങ്ങളുടെ കാര്യം കൂടുതലും ആണുങ്ങൾക്കല്ലേ അറിയുകയുള്ളൂ. അതുകൊണ്ട് എനിക്കെന്തോ അവൻ്റെ രീതികളൊന്നും അന്വേഷിച്ചറിഞ്ഞപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഭാര്യ സപ്പോർട്ടുമായിരുന്നു, പക്ഷേ ഞാൻ അത് പ്രോത്സാഹിപ്പിച്ചില്ല. പിന്നീട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇവളുടെ കോഴ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് മറ്റു വിവാഹാലോചനകൾ ഞാൻ നോക്കാൻ തുടങ്ങി. 2 ചെക്കന്മാർ പെണ്ണ് കാണാനും വന്നു. അപ്പോഴൊന്നും അമ്മയും മകളും ഒന്നും പറഞ്ഞില്ല, അണിഞ്ഞൊരുങ്ങി നിൽക്കുകയും ചെയ്തു. അവൾക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെടുന്ന ചെക്കനെ കല്യാണം കഴിച്ചോട്ടെ. ഞാൻ ഓർത്തു മറ്റു കാര്യങ്ങളൊക്കെ അവൾ മറന്നുപോയെന്ന്. ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നോക്കുമ്പോൾ മകളില്ല, എൻ്റെ ഭാര്യയും കാണാനില്ല. ഉച്ചയായപ്പോഴേക്ക് ഭാര്യ കയറി വന്നിട്ട് പറഞ്ഞു, ഒരു എമർജൻസി കാര്യം വന്നതുകൊണ്ട് ഞാൻ പോയതാണ്. നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് അതെടുക്കാഞ്ഞത്. ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഹോസ്പിറ്റലാണോ? ആരും ഹോസ്പിറ്റലൊന്നുമല്ല, നമ്മളുടെ മോളെ കല്യാണം കഴിഞ്ഞു, അവൾക്ക് ഇഷ്ടപ്പെട്ട ചെക്കനെ അവൾ കെട്ടട്ടെ, അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ പോയി അവളുടെ വിവാഹം നടത്തിക്കൊടുത്തു എന്ന് ഭാര്യ പറഞ്ഞു. അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വലിയ വഴക്കുണ്ടാക്കി. പക്ഷേ എൻ്റെ ഭാര്യ അതൊന്നും മൈൻഡ് ചെയ്തായിട്ട് ഭാവിച്ചതേയില്ല. രണ്ടും കൽപ്പിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നിന്റെ ഭർത്താവിനോടോ ഒന്നും അവൾ പറഞ്ഞിട്ടുമില്ല. ഇത് നാട്ടുകാരിലറിഞ്ഞ് അവസാനം എല്ലാവരും ചോദിച്ചു. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഈ പയ്യൻ്റെ വീട് ഇവിടെ ടൗണിനടുത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാനും പറ്റും. എൻ്റെ ഭാര്യ മിക്കവാറും ദിവസങ്ങളിൽ അവിടെ പോകും, അവരെ സഹായിക്കും. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അവിടെ നിൽക്കും, എന്നിട്ട് തിരിച്ചു വരും. ഞാൻ അതിനെപ്പറ്റി പറയുമ്പോഴേക്കും അവൾ ഒന്നും പറയില്ല. ഇനി അഥവാ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയും, ഇത്രയും സുന്ദരനായ ഒരു പയ്യനെ നിങ്ങൾക്ക് അവൾക്ക് കണ്ടെത്തി കൊടുക്കാൻ പറ്റുമോ? അവളെ കെട്ടിയിരിക്കുന്നത് മറ്റ് എല്ലാവരും മോഹിക്കുന്നൊരു സുന്ദരനാണ്, അതെൻ്റെ മോളുടെ ഭാഗ്യം. പിന്നെ അവൻ നന്നായി നോക്കുന്നുമുണ്ട്. നിങ്ങളുടെ പരിചരണമൊന്നും അവൾക്ക് ആവശ്യമില്ല, നിങ്ങൾ സ്നേഹിക്കാനും പോകണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് പറയും. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് കുറേ സ്വർണ്ണമൊക്കെ ഉണ്ട്, അത് മകൾക്ക് കൊടുക്കുകയും ചെയ്തു. അവർ സാമ്പത്തികമായിട്ട് എന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. പതിയെ ഞാൻ ആ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു. കാര്യം അവരായി അവരുടെ പാടായി. ഭാര്യ മാത്രമാണ് അവിടെ പോയിട്ട് വരുന്നത്. വരുമ്പോൾ ചിലപ്പോഴെന്തെങ്കിലും വിശേഷമൊക്കെ പറഞ്ഞാലായി. എനിക്ക് ഒരു സോഷ്യൽ മീഡിയ സൈറ്റിൽ നല്ലൊരു അക്കൗണ്ട് ഉണ്ട്, കുറേ ഫോളോവേഴ്സൊക്കെ ഉള്ളതാണ്. ഞാനിങ്ങനെ പോസ്റ്റുകളൊക്കെ നോക്കും, നല്ല പോസ്റ്റ് നോക്കും, അല്ലാത്ത പോസ്റ്റ് നോക്കും. ഇത്തിരി ഇക്കളപ്പെടുത്തുന്ന വീഡിയോയൊക്കെ ആണെങ്കിൽ ഞാൻ കാണുകയൊക്കെ ചെയ്യും. എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഫോൺ ഉണ്ടെങ്കിലും അവൾ അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവ് ഒന്നുമല്ല, പക്ഷേ ഞാൻ നോക്കും. ഒരു ദിവസം
ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മരുമകൻ്റെ കുറേ ചിത്രങ്ങൾ, അവൻ്റെ മോഡലിംഗ് ചിത്രങ്ങൾ, ഷർട്ടിടാത്ത ചിത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. കുറേ പേർ നല്ല കമൻ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഇവൻ ശരിയല്ല, ഇവനെ സൂക്ഷിക്കണം, ഇവന് മറ്റ് പല പരിപാടികളുമുണ്ട്, ഇവൻ്റെ കൂട്ടത്തിൽ കുറേ സ്ത്രീകളൊക്കെയുണ്ട്, അതിൽ പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുമുണ്ട്, ഇവർക്ക് വേറെന്തോ ബിസിനസ്സാണ്, വളഞ്ഞു വഴിയിൽ കൂടിയാണ് ഇവരൊക്കെ പൈസ സമ്പാദിക്കുന്നത്, ഇവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഇവൻ്റെ ഭാര്യയും അമ്മയുമൊക്കെ സപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു. പക്ഷേ ഫേക്ക് പ്രൊഫൈലിൽ നിന്നാണ്. എന്നാലും അമ്മായിയമ്മ, ഭാര്യയൊക്കെ ഇവൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണെന്നും അങ്ങനെ അറിയാവുന്ന ആൾ ആരാണ് ഇട്ടിരിക്കുന്നത്? എനിക്ക് ആകെ സംശയമായി. അന്ന് അവൻ ശരിയല്ലെന്ന് അന്വേഷിച്ചപ്പോൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ കൂടുതലൊന്ന് അന്വേഷിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ 3-4 കമൻറ്റ് കണ്ടു. ഞാനിപ്പോൾ ടൗണിലുള്ള എൻ്റെ ചില വിശ്വസ്തരായ സുഹൃത്തുക്കളെ കൊണ്ട് ഞാൻ ഒന്ന് അന്വേഷിപ്പിച്ചു. അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിട്ടിയ മറുപടികൾ ഞെട്ടിക്കുന്നതായിരുന്നു. കാര്യം, എൻ്റെ മകൾക്ക് ഇത്ര നാളായിട്ട് കുട്ടികളൊന്നുമില്ല, മകളും ഒരു മോഡലിനെ പോലെ മാറിയിരുന്നു. പിന്നെ എൻ്റെ ഭാര്യയ്ക്കും അവിടെ പോയിട്ട് വന്നു കഴിയുമ്പോഴേക്കും മേക്കപ്പിൻ്റെ ഉപയോഗമൊക്കെ കൂടുതലാണ്. അവർ പലത് വാങ്ങിച്ചു കൊടുക്കും. ഞാൻ പറയും കണ്ടതൊന്നെടുത്ത് മുഖത്തിടരുതെന്നും. അപ്പോൾ അവൾ അത് കേൾക്കില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഈ കഥകളാണ്. ഇവർ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവാണ്, കുറേ വീഡിയോസൊക്കെ ചെയ്തിടും, സൗന്ദര്യമുള്ളവരായതുകൊണ്ട് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ കുറേ ആളുകൾ ഇൻബോക്സിൽ വരും. കാര്യം, ഇവനെ കണ്ട് മോഹിക്കുന്ന ആളുകൾ വരുമ്പോഴേക്കും അവന് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. അവരോട് ഒരു തുക പറയും, പിന്നെ മീറ്റപ്പിന് പോകും. അങ്ങനെ കിട്ടുന്നത് മാസം വലിയൊരു തുകയാണ്. പിന്നെ ലൈവ് സ്ട്രീമോ സബ്സ്ക്രിപ്ഷനോ അങ്ങനെ ഏതാണ്ടുണ്ട്. അതുമൂലവും അവന് പൈസയുണ്ട്. അതുമാത്രമല്ല, എൻ്റെ മകളും കൂടെയുണ്ട്. അപ്പോൾ കപ്പിൾസായി കഴിയുമ്പോഴേക്കും ആളുകൾ ഇരച്ചു കയറും. അതീവ സുന്ദരനായ ഒരു മോഡലിനെ പോലെ ഇരിക്കുന്ന, സിനിമാ നടനെ പോലെ ഇരിക്കുന്ന ഒരു പയ്യനും അത്രയ്ക്ക് സുന്ദരിയായ ഒരു ഭാര്യയും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ അവർ വൈറലാകാതിരിക്കുക? അങ്ങനെ അവർക്ക് ഒത്തിരി പണമുണ്ട്. കൂട്ടത്തിൽ വേറെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുണ്ട്. അതിൽ കൂടി നടക്കുന്നതും ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ്. അതായത് ആദ്യം കുറച്ച് ഭാഗം അത്ര ശരിയില്ലാത്ത വീഡിയോസൊക്കെ ഇടും. അത് കണ്ടിട്ട് ബാക്കി ഭാഗത്തിന് വേണ്ടിയിട്ട് ആളുകൾ മുറവിളി കൂട്ടും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക വാങ്ങിച്ചിട്ട് യഥാർത്ഥ വീഡിയോ അവർക്ക് കൊടുക്കും. ഇത് പിന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് പറയാം. പക്ഷേ ഇവരുടെ പ്രൊഫൈലൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ആ ആൾ തന്നെയാണ് മരുമകൻ്റെ രഹസ്യ പ്രൊഫൈൽ എനിക്ക് കാണിച്ചു തന്നത്. രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രഹസ്യ പേരിലാണ്. മുഖമില്ലാത്ത വീഡിയോകളാണ് കൂടുതലും. അവൻ്റെ മുഖമൊക്കെ ചില വീഡിയോകളിലുണ്ട്. പക്ഷേ മുഖമില്ലാത്ത വീഡിയോകളിൽ ഇങ്ങനെയൊക്കെ ചില ഹെഡിങ്. ഇന്ന് എൻ്റെ ഭാര്യ എന്നെ ഒത്തിരി നിർബന്ധിച്ചു, അപ്പോൾ ഞാൻ ആകെ ഉണർന്നു. ഇതിലെ 30 സെക്കൻഡ് വീഡിയോ ആണ് ഇതിലുള്ളത്. അത് കഴിയുമ്പോൾ ബാക്കി എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കൂ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ. അപ്പോൾ അതിലുള്ളത് അവനും എൻ്റെ മോളുമാണെന്ന് എനിക്ക് മനസ്സിലായി. അടുത്തത്, ഇന്ന് രാവിലെ ഒരു പാത്രം നിറച്ച് പാൽ പായസവുമായി അമ്മായിമ്മ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പിന്നെ എനിക്ക് തിരിച്ചൊരു മധുരം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് അമ്മായിമ്മയുടെ മധുരവചനങ്ങളാണ് എന്ന് പറഞ്ഞ് ആ വീഡിയോയിൽ മുഖമില്ല. പക്ഷേ എൻ്റെ ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകില്ലേ? ബാക്കി എല്ലാ കാര്യങ്ങളുണ്ട്. 30 സെക്കൻഡോ അല്ലെങ്കിൽ 45 സെക്കൻഡോ ഉള്ളൂ. അതിൽ കാണിക്കുന്നത് യഥാർത്ഥമായ എന്ന് വെച്ചാൽ തുറന്ന പ്രകടനങ്ങളാണ്. ബാക്കിക്ക് വേണ്ടിയിട്ട് പണം കൊടുക്കണം. അതായത് മോളെ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. വർഷങ്ങളായിട്ട് ഈ കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യ മകളെ സ്നേഹിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കാണിക്കുന്നത് മരുമകന് കാശുണ്ടാക്കാനുള്ള കാര്യങ്ങളാണ്. അതിൽ എൻ്റെ മകൾ സപ്പോർട്ടാണ്. അതുമാത്രമല്ല, അമ്മയും മകളും മരുമകനും ചേർന്നുള്ള കലാപ്രകടനങ്ങളും അതിനകത്തുണ്ട്. ഒരു ഫേക്ക് പ്രൊഫൈൽ വെച്ച് ഞാൻ കയറി അതിൻ്റെ ഫുൾ രൂപം വേണം, എത്ര രൂപയാണെന്ന് ചോദിച്ചു. നല്ലൊരു തുകയാണ് പറഞ്ഞത്. ആ തുക കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എങ്കിലും ഞാനത് വാങ്ങിച്ചു. എന്തായാലും ഓൺലൈൻ ആയതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ കണ്ടു. ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മകളും എൻ്റെ ഭാര്യയും കണക്കാണെന്ന്. ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കിപ്പോൾ പഴയതുപോലെ എന്നോട് സ്നേഹമില്ല, എനിക്കാണെങ്കിൽ അടങ്ങൊതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, മരുമകനാണെന്നുണ്ടെങ്കിൽ ഒരു നദി പോലെ ഒഴുകുകയാണ്, എൻ്റെ മകൾക്കും പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്കെന്താ? ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊന്നും എക്സ്പോസ് ആക്കിയാലും എനിക്കൊന്നുമില്ല. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ പോയി താമസിക്കും. താമസിയാതെ അവർ കോടികൾ സമ്പാദ്യമുണ്ടാക്കും. നിങ്ങളെന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോയി താമസിക്കും. എനിക്കും അതിൻ്റെ ഒരു വിഹിതം കിട്ടും. അല്ലെങ്കിൽ അവരത് മാറ്റിവെക്കും. ഞങ്ങൾ തുടർന്ന് ഇങ്ങനെ തന്നെ പോകും. ഇപ്പോൾ എത്രയോ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ഈ മേഖലയിലുണ്ട്. അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല.
പുതിയൊരു തൊഴിൽ മേഖലയാണെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ എന്നോട് തർക്കിച്ചു. അന്ന് തൊട്ട് രഹസ്യമായി ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. ആരോടെങ്കിലും പറയാൻ പറ്റുമോ മോളെ? ഞാനും അവളും രണ്ട് ധ്രുവങ്ങളിലായി. പിന്നീട് മകൻ്റെ കാര്യമോർത്ത് പലപ്പോഴും ഞാൻ സഹിച്ചു. അവനൊരു വിവാഹ ജീവിതം വേണ്ടേ, അങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം വന്നത്. പക്ഷേ ഇപ്പം ഞാൻ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയൊരു വീഡിയോ ഇറക്കിയെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. അതും വേറൊരു കൊച്ചു പയ്യനും കൂടി ചേർന്നിട്ടാണ്. ടോട്ടൽ 4 പേര്. ഇതിനിടയ്ക്ക് എൻ്റെ ഭാര്യ പറഞ്ഞു, എന്തായാലും സംഭവിച്ചു പോയില്ലേ, അവൻ മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്, വേറെ ഒരു അലുകുളുത്തുകൾക്കും ഞാൻ പോകില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ ഇവളെ ശ്രദ്ധിക്കാൻ പോയില്ല. പക്ഷേ ഇവർ കാര്യങ്ങൾ വിപുലമാക്കുകയാണ്. അത് അവൾക്കിന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഓടിപ്പോയി കഥ കടച്ചത്. ഇതൊക്കെ കേട്ട് ഞാൻ വണ്ടറടിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുണ്ടെന്ന് എനിക്കറിയാം. ഇത്തരം കാര്യങ്ങളിൽ കൂടി പണം സമ്പാദിക്കാനും പറ്റും. പക്ഷേ തൊഴിലായി എടുക്കുന്നവരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ പലപ്പോഴും യൂട്യൂബിൽ കാണാറുണ്ട്. അതല്ലാതെ ഒന്നുമില്ലല്ലോ. ഈ വീട്ടിൽ തന്നെ അങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ എൻ്റെ ഭർത്താവിനോട് അമ്മായിച്ചൻ ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും പറയാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഒന്നും അറിയില്ല. എൻ്റെ ഭർത്താവിനോട് ഒന്നും പറയരുതെന്ന് അച്ഛൻ പറഞ്ഞു. ഇല്ല അച്ഛാന്ന് ഞാനും വാഗ്ദാനം ചെയ്തു. കാര്യം എൻ്റെ ഹസ്ബൻഡ് പാവമാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വല്ലാതെ ഞെട്ടിപ്പോകും. വേണ്ട. പക്ഷേ അമ്മ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇളക്കം കൊണ്ട് അവർക്കിരിക്കപ്പുറതിയില്ല. അവരുടെ ഇളക്കം മനസ്സിലാക്കിയ മരുമകൻ അല്ലെങ്കിൽ മരുമകൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഇവർ തന്നെ അങ്ങോട്ട് ചെന്നായിരിക്കാം. എന്തായാലും കൊള്ളാം, മകൾക്ക് പ്രശ്നമില്ല. അവർ കോടീശ്വരരാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലക്ഷപ്രഭുക്കൾ അങ്ങനെയുള്ള അവസ്ഥയാണ്. പക്ഷേ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് അച്ഛനും ഞാനിവിടെ കഴിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്നിട്ട് ദൂരെ നിന്ന് ചോദിക്കുകയാണ്, എന്തായാലും നിൻ്റെ ഭർത്താവ് 2-3 ആഴ്ച കഴിയുമ്പോൾ മാത്രമേ വരികയുള്ളൂ. നിനക്ക് ഇവിടെ ഇപ്പോൾ കിട്ടിയല്ലോ ആനയുടെ തുമ്പിക്കേ. എന്ത് ചെയ്യാനാണ്, ഇവിടെ ഒരുത്തൻ വെറുതെ ഇങ്ങനെ വേഴാമ്പലിനെ പോലെ മുകളിൽ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോഴുണ്ട് മരുമകളും വന്നു, 2 പേരും കൂടെ. എന്തൊരൊട്ടൻ. ഇനിയിപ്പോൾ ഇവിടെ ഇന്നലെ നടന്നതുപോലെ എന്നും നടക്കും. എന്തായാലും എന്നെ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു കൂട്ടായല്ലോ. ഇനി എൻ്റെ മോൻ വിളിക്കുമ്പോൾ ഇന്നലെ നടന്നത് ഞാനങ്ങ് പറയും. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇന്നലെ എന്താ നടന്നത്? നിൻ്റെ ഒന്നും അറിയാത്തൊരു കുഞ്ഞ് സ്വന്തം ഭാര്യയെപ്പറ്റി കുറ്റം പറഞ്ഞു കൊടുത്ത് മരുമകളെ വശത്താക്കാൻ നോക്കുന്ന ഒരമ്മായിച്ചിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ പറഞ്ഞു, അമ്മേ അച്ഛൻ യഥാർത്ഥ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എടീ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിൻ്റെ കാര്യങ്ങൾ എൻ്റെ മോനോട് പറയട്ടെ. അപ്പോൾ അവൻ തീരുമാനിക്കും നിന്നെ ഇനി ഇവിടെ നിർത്തണോ വേണ്ടയോ എന്ന്. അപ്പോഴേക്കും അമ്മായിച്ചൻ പറഞ്ഞു, നീ പറഞ്ഞു കൊടുക്ക്. അപ്പോൾ അതിന് മറുപടി ഞാനും പറഞ്ഞോളാം. നിൻ്റെ കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ വെട്ടിത്തിരിഞ്ഞു പോയി. പിന്നീട് മിക്ക ദിവസങ്ങളിലും ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് വരുമ്പോഴേക്കും സ്നേഹം ഭാവിക്കുകയും ചെയ്യും. വല്ലാത്തൊരു സ്ത്രീയാണ് അവരെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവർ തുടർച്ചയായി കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, അവളുടെ മുന്നിൽ നമുക്ക് ഒരു രസത്തിന് കുറച്ചുകൂടി ഒന്ന് അടുത്ത് പെരുമാറാമെന്നും. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നാറുണ്ടെന്നും. എന്തായാലും ഞാൻ കുറച്ച് കൊഞ്ചലോടുകൂടി പുള്ളിയെ പെരുമാറി. അവർ പറഞ്ഞത് കേൾക്കാൻ ഒരു രസം. എന്തായാലും ഞങ്ങളെ കുറ്റം പറയുകയാണ്, കൂടുതൽ കുറ്റം പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അടുത്ത് പെരുമാറാൻ ശ്രമിച്ചതാണ് മാഡം. പക്ഷേ 2 ആഴ്ചത്തെ ആ ഒരു അഭിനയത്തിൽ കൂടി എനിക്കറിയില്ല, എനിക്ക് വല്ലാത്തൊരു അട്രാക്ഷനായി. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സെപ്പറേറ്റ് മുറിയിലല്ലേ കിടക്കുന്നത്, അവിടേക്ക് ചെന്നിട്ട് അന്ന് അച്ഛൻ്റെ കഥകളും പഴങ്കഥകളും അമ്മയുടെ ചില ലീലാവിലാസങ്ങളും പുതിയ വീഡിയോസുമൊക്കെ എന്നെ കാണിച്ചു. അതൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല, ഞാനാണെന്നുണ്ടെങ്കിൽ അറിയാതെ ചാഞ്ഞു പോയി. ചാഞ്ഞ മരക്കൊമ്പിൽ ആരും ഓടിക്കേറി പോകുമല്ലോ. അങ്ങനെ ഞാനും അങ്ങ് മരക്കൊമ്പിൽ ഊഞ്ഞാലാടി. സത്യം പറഞ്ഞാൽ അമ്മായിമ്മയുടെ പല പ്രവൃത്തികളോടും എനിക്ക് വെറുപ്പായിരുന്നു. പക്ഷേ സാഹചര്യത്തിന് സമ്മർദ്ദം അത് മനുഷ്യനെ മാറ്റിമറിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴും അമ്മായിമ്മയ്ക്ക് എന്നോട് ശത്രുത തന്നെ. ഞങ്ങളെ 2 പേരെയും ചേർത്ത് ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. എൻ്റെ ഭർത്താവിനോടും ഇങ്ങനെ എന്തോ പറഞ്ഞു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വിശ്വസിച്ചിട്ടില്ല. അമ്മയുടെ യഥാർത്ഥ കഥകളും വീഡിയോസും ചിത്രങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും പ്രൊഫൈലുമൊക്കെ ഞാൻ ഹസ്ബൻഡിന് കാണിച്ചു കൊടുത്തു. പുള്ളിക്ക് കാര്യം മനസ്സിലായി. അതിനെ എതിർത്തത് കൊണ്ടാണ് ഇപ്പോൾ എന്നെ അച്ഛനെ ചേർത്ത് കുറ്റം പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. അത് ഹസ്ബൻഡ് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്നാലും
എനിക്ക് ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്കറിയാം. ഈ സബ്ജക്റ്റ് സംസാരിച്ച് ഇങ്ങനെയായി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല മാഡം. ഒരു കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ? പക്ഷേ അമ്മായിച്ചന് അതിനൊന്നും സമ്മതമല്ല. എന്നോട് വലിയ കാര്യവുമാണ്. ആകെ കൺഫ്യൂഷനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ ജോലി സ്ഥലത്ത് പോയി താമസിക്കുക. അതായിരിക്കും നല്ലത്. കൗൺസിലിങ്ങിനേക്കാൾ എത്രയോ നല്ല കാര്യമാണ് ഭാര്യ ഭർത്താവ് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിച്ച് ജീവിക്കുക. പിന്നെ കഥ കേട്ടിട്ട് നിങ്ങളുടെ അച്ഛനെയും അമ്മയും നോക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും ഹസ്ബൻഡിനോട് നിർബന്ധം പറഞ്ഞിട്ട് നിങ്ങൾ അച്ഛനെയും അമ്മയും വന്ന് കാണുക. അതല്ലേ നല്ലത്. പിന്നെ അമ്മായിച്ചൻ ആദ്യം വഴക്കുണ്ടാക്കി, പിന്നെ മരുമകൻ മാത്രമുള്ളെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പുതിയ ആളാകരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആകെ ദുരൂഹമാണ്. അവരുടെ കാര്യങ്ങൾക്ക് പോയെങ്കിൽ അതിൻ്റെ നല്ലതും ചീത്തയൊക്കെ അവരനുഭവിക്കും എന്ന് വിചാരിക്കാം. നിങ്ങളതിൻ്റെ കൂടെ ചാടേണ്ട കാര്യമല്ലോ. നിങ്ങളുടെ ദാമ്പത്യം സംരക്ഷിക്കാൻ നോക്കുക. അല്ലാതെ വേറെ ആളുടെ കാര്യം അറിയുമ്പോഴേക്കും നമ്മളതിലേക്ക് ചാടി വീഴുകയല്ലേ ചെയ്യേണ്ടത്. മനസ്സിന് നിയന്ത്രണം ആവശ്യമാണ്. കുറച്ച് നാൾ മാറി നിൽക്കുക. നിങ്ങളുടെ ഭർത്താവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്.